എനിക്കിവിടെ കിട്ടിയ ടോപ്പിക്ക് റീസെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ പോളിസീസാണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. Infrastructure sector is a key driver for the Indian economy. The sector is highly responsible for propelling India's overall development. അതായത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഈ സെക്ടറിനെ നമ്മുടെ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വികസനത്തിന് ഒരു വലിയ ഉത്തരവാദിത്തം വഹിക്കുന്നുണ്ട് ഈ സെക്ടർ. Infrastructure sector includes power, bridges, dams, roads and urban infrastructure development. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിൽ ഈ മേഖലയിൽ ഉൾപ്പെടുന്നവയാണ് വൈദ്യുതി, അതേപോലെ പാലങ്ങൾ, ഡാമുകൾ, റോഡുകൾ, അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്നിവയൊക്കെ. The infrastructure sector has become the biggest focus area for the government of India. നമ്മുടെ രാജ്യത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആയാലും മാത്രമേ രാജ്യവും ഡെവലപ്പ് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഈ മേഖലയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഈ മേഖലയിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. ഇന്ത്യ പ്ലാൻസ് ടു സ്പെൻഡ് $1.4 trillion on infrastructure during 2019-23 to have a sustainable development of the country. അതായത് രാജ്യത്തിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് 2019-23 കാലയളവിൽ $1.4 trillion ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് പ്ലാനുള്ളത്. ഇനി ഇൻഫ്രാസ്ട്രക്ചർ എന്താണെന്ന് ജസ്റ്റ് പറയാം കേട്ടോ. വാട്ട് ഈസ് ഇൻഫ്രാസ്ട്രക്ചർ? Infrastructure refers to the core elements of economic and social change that serve as support system to the production activities in the economy. These elements include the following. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളെ സൂചിപ്പിക്കുന്നു. അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ പ്രൊഡക്ഷൻ ഫങ്ഷൻസ് ഇല്ലേ, ആ പ്രൊഡക്ഷൻ ഫങ്ഷൻസിന് ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്നു. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എലമെൻറ്റ്സ് ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? റോഡ്, റെയിൽവേസ്, അതേപോലെ ടെലികമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, അതേപോലെ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഇൻക്ലൂഡിങ് സ്കൂളുകളും കോളേജുകളൊക്കെ ഇൻക്ലൂഡ് ആവുന്നുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ ഹെൽത്ത് സിസ്റ്റം ഇൻക്ലൂഡിങ് ഹോസ്പിറ്റൽസ്, പിന്നെ സാനിറ്ററി സിസ്റ്റം ഇൻക്ലൂഡിങ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ്, പിന്നെ മോണിറ്ററി സിസ്റ്റം ഇൻക്ലൂഡിങ് ബാങ്ക്സ്, ഇൻഷുറൻസ് ആൻഡ് അതർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. Types of infrastructure: economic infrastructure and social infrastructure. Economic infrastructure directly supports economic growth. അതായത് നമ്മുടെ രാജ്യത്തെ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ ഡയറക്റ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് പ്രൊഡക്റ്റ് സപ്പോർട്ട് സർവീസസ് സച്ച് ആസ് എനർജി, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. എനർജി, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ പ്രൊഡക്ഷൻ സപ്പോർട്ട് സർവീസ് നൽകുന്നുണ്ട്. പിന്നെ it improves the productivity levels in productive sectors like agriculture and industry. അതായത് അഗ്രികൾച്ചറും ഇൻഡസ്ട്രി തുടങ്ങിയ ഉൽപ്പാദന മേഖലകളിലെ പ്രൊഡക്ടിവിറ്റി ലെവല് മെച്ചപ്പെടുത്തുന്നു. കൃഷി, വ്യവസായം തുടങ്ങിയ ഉൽപ്പാദന മേഖലകളിലെ പ്രൊഡക്ടിവിറ്റി ലെവല് മെച്ചപ്പെടുത്തുന്നു. നെക്സ്റ്റ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. Social infrastructure improves human productivity and efficiency through facilities for education, health, housing, etc. അതായത് ഹൗസിങ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിലൂടെയൊക്കെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്യും? മനുഷ്യൻ്റെ ഉൽപ്പാദനക്ഷമതയും അതേപോലെ കാര്യക്ഷമതയൊക്കെ മെച്ചപ്പെടുത്തുന്നു. ഇറ്റ് ഡയറക്ട്ലി സപ്പോർട്ട് സോഷ്യൽ ഗ്രോത്ത് ഇൻ ദി എക്കോണമി. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ, നമ്മുടെ എക്കോണമിയിലെ സാമൂഹികപരമായിട്ടുള്ള വളർച്ചയെ ഇത് നേരിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കീ പോളിസി ഇനിഷ്യേറ്റീവ്സ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫിനാൻസിങ്. എ കൺട്രി ഈസ് എ ഗുഡ് ആസ് ഇറ്റ്സ് ഇൻഫ്രാസ്ട്രക്ചർ. ഒരു രാജ്യം അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ എപ്പോഴും മികച്ചതായിരിക്കണം. ദ ഗവൺമെൻറ് ഈസ് ആക്ച്വലി അവർ ഓഫ് ദിസ് ആൻഡ് ഈസ് കണ്ടിന്യൂസ്ലി വർക്കിംഗ് ടുവേർഡ്സ് അപ്ഗ്രേഡിങ് ഇന്ത്യാസ് ഇൻഫ്രാസ്ട്രക്ചർ. ഗവൺമെൻറ്റിന് ഇതിനെക്കുറിച്ച് അവെയർ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് നിരന്തരം പരിശ്രമിക്കുന്നുണ്ട്.
Budget 2020 also provided a thrust to infrastructure development to boost spending across roads, highways, railways, airports and ports. റോഡുകൾ, ഹൈവേകൾ, റെയിൽവേസ്, അതേപോലെ എയർപോർട്ട്സ്, പോർട്സ് തുടങ്ങിയ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി 2020 ഉണ്ടായ ഒരു ബഡ്ജറ്റിൽ ഗവൺമെൻറ് ഒരു ത്രസ്റ്റ് പ്രൊവൈഡ് ചെയ്തു. Allocating over 103 lakh crores for infra projects, the government identified over 6,500 projects under the National Infrastructure Pipeline (NIP) to build a $5 trillion economy by 2025. അതായത് ഇൻഫ്രാ പ്രൊജക്ട്സുകൾക്ക് വേണ്ടിയിട്ട് 103 ലക്ഷം കോടി രൂപ അനുവദിച്ചുകൊണ്ട് 2025 $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് NIP പ്രകാരം, അതായത് നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ പ്രകാരം 6500-ലധികം പ്രൊജക്ട്സ് ഗവൺമെൻറ് ഐഡൻറ്റിഫൈ ചെയ്തു. While many of these announcements are before the COVID-19 crisis hit the Indian shores, they are even more relevant in a crisis with a deepening financial crunch and staggering economies. ഇതെല്ലാം ഇന്ത്യയിൽ COVID-19 വരുന്നതിന് മുൻപാണ് അവർ അനൗൺസ് ചെയ്തത്. പക്ഷേ COVID-19 വന്നതോടുകൂടി രാജ്യത്ത് ചിലവുകളൊക്കെ ഒരുപാട് വർദ്ധിച്ചു. അതായത് മരുന്നുകളും വാക്സിനുകളൊക്കെ നമുക്ക് വാങ്ങേണ്ടതായിട്ട് വന്നു. അത് രാജ്യത്ത് ഒത്തിരി ചിലവുകൾ ഉണ്ടാക്കി. അത് നമ്മുടെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ വളരെയധികം ബാധിച്ചു. രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ അതുണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഈ അനൗൺസ് ചെയ്ത കാര്യങ്ങളൊന്നും ഇപ്പോൾ നടത്താനായിട്ട് പറ്റണില്ല. Government infrastructure spending could be the magic potion that could create jobs, increases purchasing power and generate consumer demand to revive the economy to its past glory. എന്നാൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഇത്തരം പദ്ധതികൾ നടപ്പാക്കുന്നതിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അതുപോലെ തന്നെ വാങ്ങൽ ശേഷി, പർച്ചേസിങ് പവർ കൂട്ടാനും അതേപോലെ സമ്പദ് വ്യവസ്ഥയെ അതിൻ്റെ പഴയ ഒരു നിലയിലേക്ക്, പഴയ ഒരു പ്രതാപത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ, പിന്നെ ഉപഭോക്തൃ ആവശ്യങ്ങളൊക്കെ സൃഷ്ടിക്കാനും ഒക്കെ സാധിക്കും എന്നാണ് പറയണത്. Infrastructure spending directly affects related sectors like cement, steel, diesel and more, which help gradually pick up the pace of commercial activity in the economy. ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് സിമൻറ്റ്, സ്റ്റീല്, ഡീസൽ തുടങ്ങിയ പല സെക്ടേഴ്സിനെയും നേരിട്ട് ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. കാരണം ഈ സെക്ടേഴ്സിനൊക്കെ കൂടുതൽ ഡിമാൻഡ് കൊണ്ടുവരും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്ഡ് ആയാൽ. ഇത് നമ്മുടെ എക്കോണമിയിലെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിൻ്റെ വേഗത പതിയെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് സഹായിക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. Here are a few government infrastructure development initiatives and avenues for financing construction projects. First one നോക്കാം, roads and highways. The Indian government in 2017 approved a total investment of 6,920 billion Indian rupee for the construction of over 83,677 kilometers of roads in the upcoming 5 years. അതായത് 5 വർഷത്തിനുള്ളിൽ 83,677 കിലോമീറ്ററിലധികം റോഡുകൾ നിർമ്മിക്കാനായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് 6,920 ബില്യൺ രൂപ 2027 അംഗീകരിച്ചു. The current FY 2021 budget also provides for capital for accelerated development of roads and highways. നിലവിലെ FY 2021 ബഡ്ജറ്റ് ഈ റോഡുകളുടെയും അതേപോലെ ഹൈവേസിൻ്റെയൊക്കെ അതിവേഗത്തിലുള്ള വികസനത്തിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ICRA predicts road projects execution at approximately 9,000 kilometers, 10% lower than last year due to the COVID-19 impact. ICRA 9,000 കിലോമീറ്ററോളം റോഡുകൾ അപ്രോക്സിമേറ്റ്ലി ടാർ ചെയ്യാമെന്ന് പ്രെഡിക്റ്റ് ചെയ്തു. പക്ഷേ COVID-19 കാരണം കഴിഞ്ഞ വർഷത്തേക്കാളും 10% കുറവാണ് അവർ ഇപ്രാവശ്യം റോഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്, അതായത് 9,000 കിലോമീറ്റർ. However, the second half of July 2020 shows early signs of recovery with
Toll collection across national highways rising to 87% of pre-COVID levels. 2020 ജൂലൈ പകുതി ആയപ്പോഴേക്കും കോവിഡൊക്കെ പതിയെ കുറഞ്ഞു വന്നു. അപ്പോൾ കോവിഡ് വന്നപ്പോൾ ആൾക്കാരൊക്കെ പുറത്തിറങ്ങാനൊക്കെ തുടങ്ങി. അങ്ങനെ ട്രാൻസ്പോർട്ടേഷനൊക്കെ പതിയെ കൂടി വന്നു. പിന്നെ ടോളൊക്കെ വീണ്ടും തുറന്ന് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. ടോൾ പിരിവൊക്കെ തുടങ്ങി. അങ്ങനെ നാഷണൽ ഹൈവേസിലെ കളക്ഷനൊക്കെ പതിയെ കൂടി വന്നു. അത് കോവിഡ് കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാളും 87% കൂടിയെന്നാണ് പറയണത്. Enhanced spending on construction of roads and highways increases the demand for construction and mining equipments, laborers and more, which help put cash directly in citizens' hand. റോഡുകളും ഹൈവേസും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കൺസ്ട്രക്ഷൻ്റെയും അതേപോലെ മൈനിങ് എക്യുപ്മെൻറ്റ്സിൻ്റെയും ലേബേഴ്സിൻ്റെയൊക്കെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. കാരണം റോഡ് പണിയൊക്കെ തുടങ്ങുമ്പോൾ ലേബേഴ്സിനെയും അതേപോലെ എക്യുപ്മെൻറ്റ്സ് അതിന് വേണ്ട ടാർ ചെയ്യാനൊക്കെ വേണ്ട വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വന്നപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തു. ഇത് പണം ക്യാഷ് സിറ്റിസൺസിൻ്റെ കയ്യിൽ ഡയറക്റ്റായിട്ട് എത്താനായിട്ട് അത് ഹെൽപ്പ് ചെയ്തു. സെക്കൻഡ് വരുന്നത് FDI, ഫോറിൻ ഡിറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. FDI in a move to attract more foreign investments in the infrastructure sector. The government has relaxed several FDI regulations to allow 100% FDI investment in select construction development projects. ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിൽ കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത കൺസ്ട്രക്ഷൻ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സിൽ 100% FDI ഇൻവെസ്റ്റ്മെൻറ്റ് അനുവദിക്കുന്നതിന് ഗവൺമെൻറ് നിരവധി FDI റെഗുലേഷൻസ്, അതായത് അവരുടെ ചട്ടങ്ങളിലൊക്കെ കുറേ ഇളവ് വരുത്തിയവർ. Moreover, these new provisions have also eliminated the lock-in period of 3 years in specific real estate development projects such as hotels and tourist resorts, hospitals, etc. അതായത് ഈ ന്യൂ പ്രൊവിഷൻസ് ഹോട്ടലുകൾ, ടൂറിസ്റ്റ് റിസോർട്ടുകൾ, ഹോസ്പിറ്റൽ മുതലായ സ്പെസിഫിക് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സിലെ 3 വർഷത്തെ ലോക്കിൻ കാലയളവിനെ എലിമിനേറ്റ് ചെയ്തു. Lack of financing has been one of the fundamental limiting factors in improving infrastructure in developing countries. നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസിലെ ഇൻഫ്രാസ്ട്രക്ചറും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഫണ്ടമെൻ്റൽ ലിമിറ്റിംഗ് ഫാക്ടേഴ്സിൽ ഒന്നാണ് എന്തെന്ന് പറയണത്, ലാക്ക് ഓഫ് ഫിനാൻസിങ് എന്ന് പറയണത്. While these relaxations are sure to attract more foreign investments, an equally viable alternative is to access construction finance instead of waiting to accumulate the required upfront capital to invest in these projects. ഇത്തരത്തിലുള്ള ഇളവുകൾ കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ ആകർഷിക്കുമെന്ന് ഉറപ്പിക്കാമെങ്കിലും ഈ പ്രോജക്ട്സുകളിൽ നിക്ഷേപിക്കാൻ ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ കാത്തിരിക്കുന്നതിന് പകരം കൺസ്ട്രക്ഷൻ ഫിനാൻസ് ആക്സസ് ചെയ്യണതായിരിക്കും കുറച്ചുകൂടി അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു പോസിബിലിറ്റി എന്ന് പറയണത്. A construction finance loan could speed up infrastructure development plans without burdening cash flows. അതായത് ഒരു കൺസ്ട്രക്ഷൻ ഫൈനാൻസ് ലോണിന് ബർഡനിങ് ക്യാഷ് ഫ്ലോസ് ഇല്ലാതെ, അതായത് ഒരു ഹെവി ആയിട്ടുള്ള ക്യാഷ് ഫ്ലോസ് ഇല്ലാതെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്ലാനുകൾ വേഗത്തിലാക്കാനായിട്ട് കഴിയും. സ്മാർട്ട് സിറ്റീസ്. ദ ഗവൺമെൻറ് അലോക്കേറ്റഡ് 6,415 crores Indian rupee in budget 2020 to develop 5 smart cities in the fiscal year FY 2021. അതായത് 2021 സാമ്പത്തിക വർഷത്തിലെ 5 സ്മാർട്ട് സിറ്റീസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് 2020 ബഡ്ജറ്റിലെ 6,450 കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ചു. To accelerate urban infrastructure, the Indian government set a vision of 100 smart cities starting in 2015. 2015 മുതൽ 100 സ്മാർട്ട് സിറ്റികളുടെ ഒരു വിഷൻ ഇന്ത്യ ഗവൺമെൻറ് സെറ്റ് ചെയ്തു. അതായത് 2015 മുതൽ 100 സ്മാർട്ട് സിറ്റീസ് എന്നൊരു ഇന്നോവേഷൻ കൊണ്ടുവരണമെന്ന് ഗവൺമെൻറ് നിശ്ചയിച്ചു. ഒരു നവീകരണം കൊണ്ടുവരണമെന്ന് ഗവൺമെൻറ് നിശ്ചയിച്ചു. While COVID-19 might have delayed this initiative's progress, the urbanization endeavor
would create jobs and boost economic growth across identified states. ഈ COVID-19 അർബനൈസേഷനെ കുറച്ച് വൈകിപ്പിച്ചേക്കാമെങ്കിലും ഈ അർബനൈസേഷൻ കൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഗുണങ്ങൾ മാത്രമാണ് ഉണ്ടാവുന്നത്. കാരണം അത് ധാരാളം തൊഴിലവസരങ്ങൾ നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കും, നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കും, പിന്നെ നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കും. അത് അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യൻ എക്കോണമി കൂടുതൽ ഡെവലപ്പ് ആവും ഇങ്ങനെ സ്മാർട്ട് സിറ്റീസൊക്കെ വരുന്നതോടുകൂടി. നാലാമത്തത് ട്രാൻസ്പോർട്ട്. The Indian Union Budget 2020-21, the government has given a massive push by allocating 1.70 trillion Indian rupee for transport infrastructure. 2020-21 കേന്ദ്ര ബഡ്ജറ്റിൽ ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 1.70 ട്രില്യൺ ഇന്ത്യൻ റുപ്പി നൽകിക്കൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു മാസീവ് പുഷ് നടത്തി. Of the 103 lakh crore invested in NIP projects, over 37 lakh crore is estimated to upgrade transportation, be it metro, rails, airports or ports. ഈ NIP പദ്ധതികൾ, NIP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ പദ്ധതികൾ, ആ പദ്ധതികളിൽ നിക്ഷേപിച്ച 103 ലക്ഷം കോടിയിൽ 37 ലക്ഷം കോടിയിലധികം രൂപ ഗതാഗതത്തെ മെച്ചപ്പെടുത്തുമെന്ന് കണക്കാക്കുന്നുണ്ട്. അതായത് ഈ മെട്രോ, റെയിൽവേ, എയർപോർട്ട്സ്, ഈ പോർട്ട്സ്, തുറമുഖങ്ങളൊക്കെ ഇല്ലേ, അതിനെയൊക്കെ മെച്ചപ്പെടുത്തുമെന്ന് കണക്കാക്കുന്നു. The government also plans to build 100 airports by 2024 and launch more Tejas trains to promote tourism and domestic travel. അതായത് 2024 100 വിമാനത്താവളങ്ങൾ നിർമ്മിക്കാനും അതേപോലെ തന്നെ ഈ ടൂറിസത്തിനെയും ഈ ഡൊമസ്റ്റിക് ട്രാവൽസ്, ഈ ആഭ്യന്തര യാത്രകളൊക്കെ ഇല്ല, അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ തേജസ് ട്രെയിനുകളെ ലോഞ്ച് ചെയ്യാൻ സർക്കാർ പദ്ധതി ഇടുന്നുണ്ട്. ഈ തേജസ് ട്രെയിൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ദ തേജസ് എക്സ്പ്രസ് ഈസ് ഇന്ത്യസ് ഫസ്റ്റ് സെമി ഹൈ സ്പീഡ് ഫുള്ളി എയർ കണ്ടീഷൻഡ് ട്രെയിൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഇന്ത്യൻ റെയിൽവേ. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫസ്റ്റത്തെ ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ളൊരു സെമി ഹൈ സ്പീഡ് ട്രെയിനെയാണ് ഈ തേജസ് എക്സ്പ്രസ് എന്ന് പറയുന്നത്. അപ്പം അത്തരം ട്രെയിനുകളെ ലോഞ്ച് ചെയ്യാൻ കൂടുതൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ഗവൺമെൻറ് പദ്ധതി ഇടുന്നുണ്ട്. അഞ്ചാമത്തതാണ് പവർ, അതായത് വൈദ്യുതി. ദ പവർ സെക്ടർ ഈസ് വൺ ഓഫ് ദ കീ ടു പ്രോപ്പർ എക്കണോമിക് ഗ്രോത്ത് ഇൻ ദി കൺട്രി. And the Union Budget 2020-21 allocated 22,000 crores for DISCOM reforms, power and renewable energy sector. അതായത് നമ്മുടെ രാജ്യത്തെ എക്കണോമിക് ഗ്രോത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു കീയാണ് പവർ സെക്ടർ എന്ന് പറയുന്നത്. ഈ ഡിസ്കം റിഫോംസ്, അതേപോലെ പവർ, പിന്നെ റിന്യൂവബിൾ എനർജി സെക്ടർ എന്നിവയ്ക്കൊക്കെ വേണ്ടിയിട്ട് 2020-21 കേന്ദ്ര ബജറ്റ് 22,000 കോടി രൂപ അനുവദിച്ചു. To further push India's renewable energy capacity, government also plans to establish a renewable energy capacity of 500 gigawatt by 2030, including large solar power plants along railway tracks. ഇന്ത്യയുടെ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഈ റെയിൽവേ ട്രാക്കുകളിൽ വലിയ സൗരോർജ്ജ നിലയങ്ങൾ ഉൾപ്പെടെ, അതായത് ഈ സോളാർ പവർ പ്ലാന്റ്സ് ഇല്ലേ, അതുൾപ്പെടെ 2030 500 ജിഗാവാട്ട് റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ പദ്ധതി ഇടുന്നുണ്ട്. ആറാമത്തേത് ഓയിൽ ആൻഡ് ഗ്യാസ്. Under the Open Acreage Licensing Policy (OALP), 1.37 lakh square kilometers have been allocated to the private sector and central public sector enterprises for exploration. അതായത് ഓപ്പൺ എക്രിയേജ് ലൈസൻസിങ് പോളിസിയുടെ കീഴിൽ, അതായത് OALPയുടെ കീഴിൽ 1.37 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ പ്രൈവറ്റ് സെക്ടറിനും അതേപോലെ സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിനും എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട്, അതായത് പര്യവേഷണത്തിന് വേണ്ടിയിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. There is also a plan for a 51% expansion of the national gas distribution grid to 27,000 kilometers. അതുകൂടാതെ നാഷണൽ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ഗ്രിഡിൻ്റെ ഒരു 51%, അതായത് നാഷണൽ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ഗ്രിഡ് ഒരു 27 കിലോമീറ്റേഴ്സായിട്ട്
വികസിപ്പിക്കാൻ, അതായത് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പദ്ധതിയും കൂടി ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നുണ്ട്.